ഹലോ ഡിയേഴ്സ്. എന്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിലവിലുള്ളത് യുഎയിലാണെന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പരിചയത്തിലുള്ള ആളുകളിൽ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടോ, എങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യത എത്രമാത്രമാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന പല കാര്യങ്ങളും അവരുടെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചിന്തിച്ചൊരു കാര്യമാണ്, അതായത് പലർക്കും ഇതേപോലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇനി ഒരു ഒക്ടോബർ തൊട്ട് ഒരുപാട് ആളുകൾ യുഎയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർച്ച് എൻഡോട് കൂടി ഒരു ആനുവൽ ഇയർ തീരുവാണ്. അപ്പോൾ ഒരുപാട് വേക്കൻസികൾ പല കമ്പനികളിൽ വരാറുണ്ട്. അപ്പൊ അതനുസരിച്ച് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ജോബിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണിത്. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോസ് പെറ്റൽസ് ബൈ റോസി. GCC കൺട്രീസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി അന്വേഷിപ്പ് വരുന്നത് യുഎയിലേക്കാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ വരുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ ആണ്. അത് ഇന്നൊരു ഫീൽഡെന്നല്ല, മിക്കവാറും ഉള്ള എല്ലാ ഫീൽഡിലും ഹൈ കോമ്പറ്റീഷൻ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഒരു വേക്കൻസി വരുവാണെന്ന് വിചാരിക്കുക. ഒറ്റ വേക്കൻസി ഉള്ളെന്നുണ്ടെങ്കിൽ പോലും 500 പ്ലസോ അല്ലെങ്കിൽ 1000 പ്ലസ് വരെ ആപ്ലിക്കൻസ് ഒരു ദിവസം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതിനകത്തും നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നതും ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ജോബ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ത്രൂ കണക്ഷൻസ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയും, ലിങ്ക്ഡിൻ എന്നുള്ള ആപ്പ് ഒരിക്കലും എനിക്ക് ജോബ് ആപ്ലിക്കേഷൻസ് ഇപ്പൊ അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കണക്ഷൻസ് ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളുടെ അതേ ഫീൽഡിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്ക് അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യാം. മേ ബി ചിലവർ റെസ്പോണ്ട് ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ എന്നാലും ചിലവർ സജഷൻസ് തരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പല കമ്പനികൾക്കും നമുക്ക് തരുന്ന ഒരു മെയിൽ ഐ ഡി അല്ലാതെ അവരുടേതായിട്ടുള്ള വേറൊരു പേഴ്സണൽ മെയിൽ ഐ ഡി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെയിൽ ഐ ഡി ഒക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ അവിടെ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടെ കണക്ഷൻ ഉള്ള ആളുകളിൽ നിന്ന് വേണം നമുക്ക് അങ്ങനത്തെ മെയിൽ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ ലിങ്ക്ഡിൻ പോലുള്ള ആപ്സ് നമുക്ക് യൂസ് ചെയ്ത് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് റെഫറൻസ് ത്രൂ ആളുകളെ ഒരുപാട് എടുക്കാറുണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേക്കൻസി അല്ലെ 2 വേക്കൻസി ഒക്കെ ആയിരിക്കും മിക്കവാറുമുള്ള കമ്പനികളിൽ വരുന്നത്. അപ്പൊ അവിടേക്ക് അവർക്ക് പരിചയമുള്ള ആളുകളെ അവര് ഇന്റേണലി തന്നെ ആളുകളെ എടുക്കുമ്പോൾ പലർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ പോവുകയാണ്. അപ്പൊ അത് ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ഷൻസ് ത്രൂ മാത്രമേ നമുക്ക് ഒരു ജോബിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് യുഎയിൽ നമുക്ക് റിജക്ഷൻസ് ഉണ്ടാകുന്നതിന്റെ വേറൊരു കാരണമായിട്ട് പറയുന്നത് ലാക്ക് ഓഫ് യുഎ എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാൾ ഇവിടെ ഒരു ഫ്രഷർ തന്നെ ആയിരിക്കും. ഇപ്പൊ നാട്ടിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും യുഎ എക്സ്പീരിയൻസ് നമുക്കില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞ് ഒരു ജോബ് ആപ്ലിക്കേഷൻ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അയച്ചിരിക്കണം. മേ ബി നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ സിവിയിൽ ഉണ്ടാവുമായിരിക്കാം. സോ ഇത് കാണുന്നത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി നാലാമതായിട്ട് ഇവിടെ ഫേസ് ചെയ്യുന്ന വേറൊരു വലിയ പ്രശ്നമാണ് സാലറി എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഹൈ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രിഫറൻസ് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് സാലറി 2500 ആണെങ്കിൽ പോലും 1700നും 2000 ദറംസിനും വരെ ജോലി ചെയ്യാൻ ഇന്ന് ആളുകൾ തയ്യാറാണ്. ബിക്കോസ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സാലറിയിലുള്ള കാര്യത്തിനല്ല, ബട്ട് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ മേജർ കൺസേൺ. ഇവിടെ തീർച്ചയായിട്ടും കാൻഡിഡേറ്റിന്റെ പ്രിഫറൻസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സാലറി ആണ് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയും സാലറി കിട്ടുന്നവരടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതല്ല എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി കുറഞ്ഞ സാലറി ആണെങ്കിൽ പോലും കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് കുറച്ചും കൂടി നല്ല സാലറിയിൽ വേറെ ഒരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇതാണ് നമുക്ക് കംഫർട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്.
ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത് സ്കാം പോലെയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് സ്ഥലത്ത് സ്കാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ജോബ് നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ അല്ലെങ്കിൽ ആളുകൾ നമുക്ക് ഇവിടെ പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നാട്ടിലുള്ള പല ആളുകളും യുഎയിലുള്ള പല കമ്പനിയുടെ ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ കഴിയുന്ന സമയത്ത് അവർ നമ്മളടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ജോബ് ഓഫർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുവാണ്, ജോബ് ഓഫർ ലെറ്റർ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് 2 മാസത്തെ വിസ അടിച്ച് ഇങ്ങോട്ടേക്ക് കയറി വരും. 2 മാസത്തിന് ശേഷം ഞങ്ങളുടെ കമ്പനിയുടെ വിസ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നായിരിക്കും അവർ പറയുന്നത്. ഇതിൽ വലിയൊരു ശതമാനവും സ്കാം ആണ് നടക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ റിസ്കിന് അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. ഇവിടെ വന്നതിന് ശേഷം 2 മാസം കഴിയുമ്പോൾ അവർ പറയാണ്, നിങ്ങൾക്ക് വേക്കൻസി, നിങ്ങളുടെ ജോബ് ഇവിടെ ഞങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല, തിരിച്ച് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസും ഇല്ല, നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിൽക്കാനെന്നുണ്ടെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം. സോ അത് നമുക്ക് എക്സ്ട്രാ ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ ആണ് തരുന്നത്. ഇനി ഇതല്ലാത്ത ചില കമ്പനികളുണ്ട്, ഇപ്പൊ നല്ല നല്ല കമ്പനികളുണ്ട്, അവർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ നമുക്ക് വിസയും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. സോ അങ്ങനെയുള്ള കമ്പനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം ദയവേത് നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ചിലയിടത്ത് പാസ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ വാങ്ങി വെക്കാറുണ്ട്. ഒരു കാരണവശാലും പാസ്പോർട്ട് നമ്മൾ ഒരു കമ്പനിയിലും കൊടുക്കാൻ പാടില്ല. നമുക്ക് നമുക്ക് അതിനകത്ത് പാസ്പോർട്ടിൻ്റെതായിട്ടുള്ള പ്രിന്റ് കൊടുക്കാനായിരിക്കും ആവശ്യം ഉണ്ടാവുക, അത് കൊടുത്താൽ മതി. പാസ്പോർട്ട് ദയവ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വേറൊരു കാര്യമാണ്, ഫേക്ക് മെയിൽ ഐ ഡികൾ ഉണ്ടാക്കി കമ്പനിയുടേതായിട്ടുള്ള എംപ്ലം വെച്ചിട്ട് നമുക്ക് മെയിൽ അയക്കും. ഇന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരൂ, ജോലി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ലിങ്ക്ഡിനിൽ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ എന്ന് നോക്കുക. അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ പ്രൂഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ഇന്റർവ്യൂവിലേക്ക് പോകാൻ പാടുള്ളൂ. ചിലപ്പോൾ അവർ പറയും, നിങ്ങൾ ഇന്ന ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. മേ ബി നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ എത്ര ആപ്ലിക്കേഷൻസ് അയക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ഓർമ്മയിൽ ആ ഒരു കാര്യം ഉണ്ടാവത്തില്ല. സോ നിങ്ങൾ ആദ്യം അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനിയും നിങ്ങൾക്ക് അത് മനസ്സിലായില്ല, ഓക്കെ ജെനുവിൻ ആണ് എന്ന് തോന്നി നിങ്ങൾ അവിടെ പോവാണ്, അവിടെ ചെന്നിരുന്ന് കഴിയുമ്പോഴായിരിക്കും മേ ബി അവർ പറയുക ഇത്ര എമൗണ്ട് തരിക, ഒരു 200 ദറംസ് ആയിരിക്കും, 200 ദറംസ് തരണം, അല്ലെങ്കിൽ 400 ദറംസ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുക്കരുത്. പൈസ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടല്ല ഒരു കമ്പനി നമ്മളെ അവിടേക്ക് എടുക്കുക. ജെനുവിൻ ആയിട്ടുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വിസ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു പാറ്റേൺ ഉണ്ട്, അത് ഫോളോ ചെയ്ത് തന്നെ ആയിരിക്കും പോവുക. അപ്പൊ അങ്ങനെയുള്ള ഇത് നമ്മൾ സ്കാമുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഇവിടേക്ക് ജോലി അന്വേഷിച്ചു വരുന്ന മിക്കവാറും ഉള്ള ആളുകൾ 2 മാസത്തെ വിസ എടുത്തിട്ടായിരിക്കും വരുന്നത്. പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം, ഒരാഴ്ചയൊക്കെ കഴിയട്ടെ എന്ന് കഴിഞ്ഞിട്ട് പതുക്കെ ഞാൻ ജോലി നോക്കി തുടങ്ങാം എന്നുള്ളൊരു പ്ലാനിലായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, നാട്ടിൽ നിന്ന് വരുന്നതിന് ഒരു ദിവസം മുന്നെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് പതുക്കെ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിനകത്ത് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെയിലി ബേസിസിൽ അയക്കാൻ പറ്റും. പക്ഷേ ഇത് ഇന്റർവ്യൂവിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ആ കോള് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ടൈം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് ഞാൻ പറയുക, ഇൻഡീഡ് എന്നുള്ള ആപ്പാണ് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇനി സെലക്ടഡ് ആയിട്ടില്ലെങ്കിൽ നോട്ട് സെലക്ടഡ് എന്ന് വരെയുള്ള ഒരു രീതിയിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്റർവ്യൂ കോള് കൂടുതൽ വരുന്നതും ഇൻഡീഡ് ത്രൂ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആപ്പ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പ് ഇതാണ്, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് നമ്മളുടെ അതേ ഫീൽഡിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ആളുകളോടോ നമ്മളുടെ ഫീൽഡിന്റെ വേക്കൻസിയെ പറ്റിയിട്ടും ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യായിരിക്കും. ഇത്ര വേക്കൻസികൾ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞു വരുമ്പോഴും മേ ബി അവരുടെ ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നമുക്ക് വരാൻ പോകുന്നത്. മേ ബി നമുക്ക് കുറച്ചുകൂടെ ലാഗ് വന്നിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരുമ്പം ഒരു പ്ലാൻ ബി നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് വിസിറ്റിംഗ് വിസയിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്കുള്ള ലിമിറ്റഡ് ടൈമിനുള്ളിൽ
സെക്ടറിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ഫീൽഡിന് നമുക്ക് വേണ്ടത്ര ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആണ് ഈ പ്ലാൻ ബി നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ HR ആയിട്ട് നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, അവർക്ക് ആവശ്യത്തിനുള്ള എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്, പക്ഷെ അവർ UAE ഒരു ഫ്രഷറാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ പല റീസൺ കൊണ്ട് അവർക്ക് റിജക്ഷൻ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആ സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സെയിം ഫീൽഡ് അല്ലാതെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേറൊരു ഫീൽഡ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് നമുക്ക് പ്രൊമോഷൻസ് കിട്ടിയിട്ട് നമുക്ക് വേറൊരു ഫീൽഡിലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന HR എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് മാറാൻ പറ്റും. സോ ഇതാണ് നമുക്കൊരു പ്ലാൻ ബി ആയിട്ട് വെക്കേണ്ടത്. അതായത് ഇപ്പൊ ചിലവർ പറയും നിങ്ങൾ എന്തെങ്കിലും കിട്ടുന്നതിനകത്ത് നിങ്ങൾ കെയർ ചെയ്യരുത് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കയറുക എന്നുള്ളതാണ്. സോ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇത് ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരിടത്തേക്ക് നമ്മൾ പ്ലാൻ ബി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് CV നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ ഏത് റോളാണോ നോക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ CV അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഒരു കോഴ്സ് നമ്മൾ പഠിച്ചതിനകത്ത് നമുക്ക് പല ഇതിലേക്ക് തിരിയാൻ പറ്റും. അഡ്മിൻ ആയിട്ടോ അല്ലെങ്കിൽ HR ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ അതനുസരിച്ച് നമ്മൾ CVയിൽ അപ്ഡേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് തന്നെ CV ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ക്യാൻവ അല്ലെങ്കിൽ ഇന്റലിജന്റ് CV എന്നുള്ള ആപ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക. ഒരുപാട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഉള്ളതൊന്നും എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തിയുള്ള രീതിയിലുള്ള ഒരു CV റെഡിയാക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ തന്നെയാണ് CV അപ്ഡേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. ഫോണിലൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോണിൽ നോക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇത് ഇവർ ഓപ്പൺ ചെയ്യുന്നത് ലാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റത്തിലായിരിക്കാം അവർ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഈ ലെറ്റേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരാറുണ്ട്. സോ അതൊരു പ്രൊഫഷണലിസം ആയിട്ട് അവർക്ക് തോന്നത്തില്ല. അങ്ങനെ ഒരു CV നമ്മളെ റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത്ര കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.